നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രവാസി സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ജില്ലയിലാണ്. നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളവനാട് ആയിട്ടാണുള്ളത്. വളവനാട് അണ്ടർപാസ് എത്തുന്നതിന് മുമ്പുള്ള സ്ഥലത്തായിട്ടാണുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർത്തല മുതൽ ആലപ്പുഴ ബൈപ്പാസ് എത്തുന്നിടം വരെയുള്ള വീഡിയോ ആണ് നമ്മൾ സ്ഥിരം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ചേർത്തല മുതൽ എടുക്കാഞ്ഞെന്ന് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അത്യാവശ്യം പണി ഈ ഒരു ഭാഗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് പിന്നെ ആലപ്പുഴ ബൈപ്പാസിൻ്റെ അടുത്തോട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പണി പുരോഗമിച്ചിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ എടുത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6/4/2025 ഈ വീഡിയോ എടുത്തത്. വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ ഇതുവഴി ഞാൻ 2-3 വട്ടം പോയി. അപ്പോഴും നല്ല രീതിയിൽ പണി പുരോഗമിക്കുന്നുണ്ട്. പാതിരാപ്പള്ളി കഴിഞ്ഞേച്ച് പിന്നെ മുമ്പോട്ട് തുമ്പോളി ഭാഗത്തോട്ടും ഒക്കെ നല്ല രീതിയിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് തന്നെ ഒരു മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്യുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പം വളവനാട് അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം രണ്ട് സൈഡിലുമായിട്ട് ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പം രണ്ട് സൈഡിലുമായിട്ട് അവർ സർവീസ് റോഡ് ടാർ ചെയ്തിട്ട് ഇപ്പം അതുവഴിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഏകദേശം ഒരു മാസത്തിന് മുമ്പ് എടുത്ത വീഡിയോ ചേർത്തല മുതൽ ഇവിടെ നമ്മുടെ പാതിരാപ്പള്ളി വരെയായിരുന്നു എടുത്തത്. അന്ന് ബാറ്ററി ചാർജ് കുറച്ച് കുറവായതുകൊണ്ട് പാതിരാപ്പള്ളി വരെ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞ് പാതിരാപ്പള്ളി തൊട്ട് നമ്മൾ കളർകോട് വരെയുള്ള ആലപ്പുഴ ബൈപ്പാസിൻ്റെ വീഡിയോ നമ്മൾ ഒരു മാസം മുമ്പേ ഉള്ള വീഡിയോ ചാനലിനകത്ത് കിടപ്പുണ്ട്. അപ്പം കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം മാറ്റമുണ്ടെന്ന് നമുക്ക് ആ വീഡിയോ കാണുമ്പം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വളവനാട് അണ്ടർപാസ് കഴിഞ്ഞ് മുമ്പോട്ട് വരുന്ന ഭാഗത്ത് രണ്ട് സൈഡിലുമായിട്ട് ഇപ്പം വാൾ ബ്ലോക്ക് ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല പ്രധാനപ്പെട്ട 6 വരിപ്പാത കടന്നു പോകുന്ന പല സ്ഥലങ്ങളിലുമായിട്ട് അവർ മണ്ണിട്ട് ലെവൽ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അടുത്ത ടാറിങ് ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ്. KCC ബിൽക്കോൺ കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ച് കൂടിയാണ് നമ്മൾ പോകുന്നത്. ആലപ്പുഴ ജില്ലയിൽ തുറവൂർ മുതൽ ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞേച്ച് പറവൂർ വരെയാണ് KCC ബിൽക്കോൺ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മളിനി നേരെ വളവനാട് കഴിഞ്ഞിട്ട് ഇപ്പം നേരെ ഇനി മുമ്പോട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപാസനം ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പം ഇവിടെ വരെ ഒരു പണി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. കൃപാസനത്തിൻ്റെ അടുത്ത് വരെ കൃപാസനം കഴിഞ്ഞേച്ച് പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് പിന്നെയും പണി അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് നമുക്കിപ്പം പഴയ റോഡിലോട്ട് കയറും. പഴയ റോഡ് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ഇടത് ഭാഗത്തായിട്ട് ഒരു ഡ്രൈനേജിൻ്റെ പണി കുറച്ച് ഉള്ളോട്ട് കയറി പോയിരിക്കുന്നത് കാണാൻ പറ്റും. അതെനിക്ക് തോന്നിക്കുന്നത് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ കൃപാസനത്തിൻ്റെ അടുത്തായിട്ട് തന്നെ വലതുഭാഗത്തും ഇതേപോലെ ഉള്ളോട്ട് കയറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് മിക്കവാറും ബസ് സ്റ്റോപ്പ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവിടെ ചിലപ്പോൾ മണ്ണിട്ട് ലെവൽ ചെയ്ത് അവിടെ നമ്മൾ കരുനാഗപ്പള്ളി പുതിയ കാവിൽ ചെയ്ത പോലെ വലിയ ഷെഡ് അടിച്ച് വെക്കാനുള്ള പരിപാടിയായിരിക്കും. എൻ്റെ ഒരു ഗസ്സിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പം കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇതാണ് കൃപാസനം. പ്രധാനപ്പെട്ട കൃപാസനം പള്ളിയാണ് നമ്മൾ തൊട്ട് ഇടത് ഭാഗത്തായിട്ട് കാണുന്നത്. അത്യാവശ്യം ഈ ഒരു ഭാഗത്തും നല്ല തിരക്കുണ്ട്. ഒട്ടുമിക്ക KSRTC ബസ്സുകളൊക്കെ ഇവിടെ നിർത്തി കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വലതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വലതുഭാഗത്തും ബസ് സ്റ്റോപ്പിന് വേണ്ടിയിട്ടായിരിക്കണം അവർ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം അവർ വലതുഭാഗത്തും ഉള്ളോട്ട് കയറ്റിയിട്ടാണ് ഈ ഡ്രൈനേജിൻ്റെ പണി ചെയ്തിരിക്കുന്നത്. കൃപാസനം പള്ളി കഴിഞ്ഞു. ഇനി നേരെ മുമ്പോട്ട് നമ്മൾ കലവൂർ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ ഇടതുഭാഗത്ത് നേരത്തെ തന്നെ ടാറിങ് വർക്കുകൾ സർവീസ് റോഡിലും മെയിൻ 6 വരിപ്പാത കടന്നു പോകുന്ന 3 വരിക്കായിട്ട് തന്നെ ടാറിങ് വർക്കുകളും കഴിഞ്ഞായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി തന്നെയാണ് ഇപ്പോഴും വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ട് വലത്തെ സൈഡിൽ ഇപ്പം നമുക്കിപ്പം മിറ്റിലൊക്കെ ഇട്ട് ഇടിച്ചുറപ്പിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് നേരത്തെ പഴയ റോഡ് കടന്നു പോയിരുന്ന സ്ഥലമാണ്. അവിടെ കുഴിയായിരുന്നു. കഴിഞ്ഞ നമ്മുടെ വീഡിയോ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ എത്രത്തോളം നമ്മളിപ്പോൾ കാണുന്ന രീതിയിൽ തന്നെ പണി കഴിഞ്ഞിട്ടുണ്ട്. എത്രത്തോളം മണ്ണ് കൊണ്ടുവന്നിട്ട് മിറ്റിലും കൊണ്ടുവന്നിട്ട് നിരപ്പാക്കി റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ തൊട്ട് വലത്തെ സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണവും ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ചും കൂടെ പുരോഗമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നേരെ മുമ്പോട്ട് പോകുന്നത് രണ്ട് സൈഡിലും ഇനി സർവീസ് റോഡിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇപ്പം മെയിൻ 6 വരിപ്പാത കടന്നു പോകുന്ന ഭാഗത്തെല്ലാം നല്ല രീതിയിൽ പണി പുരോഗമിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരെ കലവൂർ അണ്ടർപാസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പം തൊട്ട് വലതുഭാഗത്തായിട്ട് തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണം ഇവിടെ വന്ന് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. വലതുഭാഗത്ത് ഇനി 6 വാൾ ബ്ലോക്ക് കൊണ്ടുവന്ന് ഉയർത്തി വെച്ച് തുടങ്ങണം. അപ്പം ഇടതുഭാഗത്ത് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണ് കൊണ്ടുവന്ന് ഇട്ട് ലെവൽ ചെയ്യുന്ന പരിപാടിയും തുടങ്ങിയിട്ടുണ്ട്. ഈ കലവൂർ അണ്ടർപാസ് കഴിഞ്ഞേച്ച് പിന്നെ നേരെ മുമ്പോട്ട് പോകുന്നിടത്തും നല്ല രീതിയിൽ തന്നെ സ്പീഡിൽ തന്നെ പണി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം കലവൂർ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മളിനി കലവൂർ കഴിഞ്ഞേച്ച് നേരെ വലിയ കലവൂർ അണ്ടർപാസിൻ്റെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറവൂർ മുതൽ തങ്കിക്കവല വരെയായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചേർത്തല ഭാഗമൊന്നും ഉൾപ്പെടുത്താത്തതിൻ്റെ പ്രധാന കാരണം അത്യാവശ്യം വലിയ പണി നമുക്ക് മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നാത്തതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഭാഗത്തെ വീഡിയോ ചെയ്യാഞ്ഞത്. അപ്പം പണി നടക്കുന്ന ഭാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർത്തല റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഭാഗം ടാർ ചെയ്ത ഭാഗത്ത് അവിടെ 6 വരിക്ക് കുറച്ച് നീളത്തിലായിട്ട് ടാറിങ് കഴിഞ്ഞേച്ച് അവിടെ ക്രാഷ് ബാരിയറെ 2 സൈഡിലുമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് അവിടെ കുറച്ച് മാറ്റം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചേർത്തല പോലീസ് സ്റ്റേഷന് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ വലിയൊരു തോട് കടന്നു പോകുന്നുണ്ട്. ആ ഒരു തോടിൻ്റെ ഭാഗത്തായിട്ടും ഇപ്പം നല്ല രീതിയിലുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ വലിയ മെഷീൻസും ഡ്രില്ല് ചെയ്യുന്ന പൈൽ ഡ്രില്ലിങ് മെഷീനും പിന്നെ ഹിറ്റാച്ചിയും അതേപോലെയുള്ള ഒരുപാട് എക്യുപ്മെൻറ്റ്സൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ അത്യാവശ്യം നല്ല വേഗത്തിലായിട്ട് തന്നെ അവിടെ പണി നടക്കുന്നുണ്ട്. പകുതിയോളം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി പകുതിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പൈലിങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് ചേർത്തല കഴിഞ്ഞേച്ച് പിന്നെ മുമ്പോട്ട് വളവനാട് കഴിഞ്ഞിട്ടാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി നടന്നത്. അതുകൊണ്ടാണ് വളവനാട് തൊട്ട് നമ്മൾ പാതിരാപ്പള്ളി വരെയുള്ള വീഡിയോ എടുക്കുന്നത്. അപ്പം ചേർത്തല ഭാഗത്തൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്കേ സൈഡിൽ അതായത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ കുറച്ച് ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഒരു 1.5-2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേർത്തല മുതൽ ആലപ്പുഴ ബൈപ്പാസ് വരെയും പിന്നെ തുറവൂർ മുതൽ ചേർത്തല വരെയുള്ള ഒരു പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പം നമ്മളിപ്പം നേരെ കലവൂർ കഴിഞ്ഞേച്ച് വലിയ കലവൂർ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ 2 സൈഡിലും ഇപ്പോൾ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ വാഹനങ്ങളൊക്കെ ഇതുവഴി കടന്നു പോകുന്നത് അത്യാവശ്യം റോഡിൻ്റെ സർവീസ് റോഡിൻ്റെയൊക്കെ നടുക്കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം ചെറിയ വാഹനങ്ങളൊക്കെ പുറകിന് കടന്ന് ഹോണടിച്ചാലും സൈഡ് കൊടുക്കാതൊക്കെ പോകുന്നുണ്ട്. അപ്പം അത്രത്തോളം വീതിയേ ഉള്ളു. ഈ സർവീസ് റോഡെന്ന് പറയുന്നത് നമുക്കിപ്പം ഇടതുഭാഗത്തായിട്ട് കാണുന്ന 2 സൈഡിലുമായിട്ടൊക്കെ ഡ്രൈനേജും കൂടെ ചേർന്നിട്ടുള്ളതാണ് നമുക്കിപ്പം സർവീസ് റോഡെന്ന് പറയുന്നത്. പല വണ്ടിക്കാരും ഇപ്പം ഡ്രൈനേജിൻ്റെ മുകളിൽ കൂടിയൊക്കെ കയറ്റാനൊക്കെ മടിയുന്നുണ്ട്. അപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഡ്രൈനേജിൻ്റെ മുകളിലായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്ന ഈ സ്ലാബ് ഇടിഞ്ഞ് താഴോട്ട് പോകുന്നതും ഉള്ളതുകൊണ്ട് തന്നെ ലോഡ് കയറ്റിയിട്ടുള്ള വാഹനങ്ങളൊന്നും അധികം അങ്ങോട്ട് അതിൻ്റെ മുകളിലോട്ട് കയറ്റാൻ ഭയക്കുന്നുണ്ട്. പിന്നെ മിക്ക കടകളുടെയൊക്കെ ബോർഡ് കൊണ്ടുവന്ന് ഈ ഒരു ഡ്രൈനേജിൻ്റെ മുകളിലായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. 6 വരിപ്പാതയിലെ സർവീസ് റോഡെന്ന് പറയുന്നത് ഡ്രൈനേജും കൂടെ ചേർന്നിട്ടുള്ളതാണ് സർവീസ് റോഡ്. വണ്ടികൾ അതുവഴി കടന്നു പോകത്തക്ക രീതിയിലുള്ള പണിയാണ് അവർ ചെയ്തിരിക്കുന്നത്. ചില സ്ഥലത്തൊക്കെ ഇടിഞ്ഞ് താണു പോയതായിട്ടൊക്കെ റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും ആട്ടെ. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ റോഡ് കടന്നു പോയിക്കൊണ്ടിരുന്ന സ്ഥലത്തൂടിയായിരുന്നു വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരുന്നത്. ഇപ്പം 2 സൈഡിലും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പണി അത്യാവശ്യം നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഇപ്പം നമുക്ക് റോഡ് കടന്നു പോകുന്നതിന് വേണ്ടി ക്രോസ് ചെയ്ത് യു ടേൺ എടുത്ത് പോകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചെറിയൊരു താൽക്കാലിക റോഡൊക്കെ അവർ KCC ബിൽക്കോൺ പണിഞ്ഞിട്ടിട്ടുണ്ട്. നമ്മളൊരു 2 വർഷത്തിന് മുമ്പൊക്കെ വടക്കൻ ജില്ലകളിലൊക്കെ പണിയുടെയൊക്കെ ഡ്രോൺ വീഡിയോ കാണുന്നതാണ്ട് ഇതേപോലുള്ള കാഴ്ചകളായിരുന്നു കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ച് എന്നാ ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു സ്ഥലത്തൊക്കെ കാണാൻ പറ്റുക എന്നുള്ളത് ആഗ്രഹിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം അതേപോലുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം മഴക്കാലമാണ് വരാൻ പോകുന്നത്. ഇനിയിപ്പം എത്രത്തോളം സ്പീഡാകുമെന്നും അറിയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ വലിയ കലവൂർ അടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ കലവൂരിൽ അണ്ടർപാസിൻ്റെ സൈഡിലും കയറ്റം കയറുന്നതിന് വേണ്ടിയിട്ട് 2 സൈഡിലായിട്ടുള്ള 6 വാൾ ബ്ലോക്ക് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പരിപാടിയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നിടത്ത് മണ്ണിട്ട് താണ്ട ഇത്രത്തോളം ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 6 വാൾ ബ്ലോക്ക് ഉയർത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ KCC ബിൽക്കോൺ ഇപ്പോൾ തെക്കൻ കേരളത്തിൽ ഇപ്പോൾ KCC ബിൽക്കോൺ ഇങ്ങനത്തെയാണ്. ബാക്കി കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ തെക്കോട്ട് പോകുന്നിടത്ത് പിന്നെ വിശ്വസമുദ്രയും പിന്നെ ശിവാലയ കമ്പനിയും ഒക്കെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബ്ലോക്കാണ്.
അപ്പോൾ ഇതൊരു കുറച്ച് എടുത്ത് പിറക്കി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഉയരത്തിലായിട്ട് കിട്ടും. പക്ഷേ അതിന് ക്രെയിനൊക്കെ ഉപയോഗിച്ചിട്ടാണ് വെക്കുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റുള്ള സാധനമാണ് ഈ ആറി വാൾ ബ്ലോക്ക് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത് കൈവച്ച് തന്നെ പിറക്കി വെക്കാം, പക്ഷേ അത്യാവശ്യം ടൈം എടുക്കും. ലെവൽ ചെയ്ത് പിറക്കി വെക്കണം, മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് വരണം. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് ഇനി വരികയാണ്. വലിയ കലവൂര് കഴിഞ്ഞ് നേരെ പാതിരാപ്പള്ളി ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പാതിരാപ്പള്ളി ഭാഗത്തായിട്ട് എടുക്കുമ്പോൾ വലതുഭാഗത്തായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ആറുവരി പാത കടന്നു പോകുന്ന ഭാഗത്തെ ടാറിങ് വർക്കുകൾ കുറച്ച് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. അതുവഴിയായിരുന്നു വാഹനങ്ങളെ കടത്തി വിട്ടുകൊണ്ടിരുന്നത്. ഇടതുഭാഗത്ത് ഇതാണ്ട് ഇപ്പം മണ്ണ് കൊണ്ടുവന്നിട്ട് നിരത്തി തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാതിരാപ്പള്ളി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് ബൈപ്പാസ് ഭാഗത്തോട്ട് പോകുമ്പോഴും രണ്ട് സൈഡിലുമായിട്ട് മണ്ണ് കൊണ്ടുവന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചുവന്ന മണ്ണ് കൊണ്ടുവന്നിട്ട് നിരത്തുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിലിപ്പം പണി നടക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പണി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി നേരെ മുമ്പോട്ട് പാതിരാപ്പള്ളിയിലെ അണ്ടർപാസിൻ്റെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അണ്ടർപാസിൻ്റെ അടുത്ത് വരെ പോകത്തില്ല, കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ അണ്ടർപാസ് നമുക്ക് കാണാൻ പറ്റും. അപ്പം അവിടെ വരെയാണ് നമ്മുടെ അപ്ഡേറ്റ്. അത് കഴിഞ്ഞേച്ച് പിന്നെ മുമ്പോട്ട് ബൈപ്പാസ് എത്തുന്നിടത്ത് വരെ പിന്നെ 2 അണ്ടർപാസും കൂടിയുണ്ട്. പിന്നെ പൂങ്കാവ് ഭാഗത്തുള്ള ഒരു അണ്ടർപാസ്, പിന്നെ തുമ്പോളി ഭാഗത്ത് ഒരു അണ്ടർപാസ്. അപ്പം അത് കഴിഞ്ഞേച്ച് 2 അണ്ടർപാസുകളുണ്ട്. അത് രണ്ടുമല്ല, ഇപ്പം നമ്മൾ കാണുന്ന പാതിരാപ്പള്ളിയിലെ അണ്ടർപാസും പിന്നെ തുമ്പോളി ഭാഗത്ത് അണ്ടർപാസും പൂങ്കാവിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞേച്ച് പിന്നെ നിർമ്മിച്ചാണെന്നാണ് തോന്നുന്നത്. അപ്പം ഇത്രത്തോളമാണ് നമ്മുടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ വരെ പണി ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ വരുമ്പോഴും 2 സൈഡിലെയും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് ഇനി തുറന്ന് തുടങ്ങാനുണ്ട്. ഇവിടുത്തെ അണ്ടർപാസിൻ്റെ 2 സൈഡിലുമായിട്ട് വരുന്ന ആറിവാൾ ബ്ലോക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഉള്ള ഭാഗം തുറന്ന് തുടങ്ങാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞത്. നേരെ ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് ചുവന്ന മണ്ണ് കൊണ്ടുവന്നിട്ട് നിരത്തുന്ന പരിപാടി കാണാൻ പറ്റും. ഫുൾ സ്ക്രീനിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങോട്ട് പോകാൻ പറ്റുമായിരുന്നു, പക്ഷേ പോകാഞ്ഞതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഒരുപാടായി. മാത്രമല്ല വെയിലടിച്ചൊരു പരുവമായി കുഴഞ്ഞൊരു പരുവത്തിലായിട്ടാണ് ഇവിടെ വരെ എത്തിയത്. അപ്പം പോയിട്ട് ഇനി അടുത്ത പരിപാടി ഒപ്പിച്ചിട്ട് വരാം. കാത്തിരിക്കുക.